Hi everyone, welcome to another class of plus 1 accountancy. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ജേർണൽ എൻട്രീസ് ഒരു മോഡൽ പറഞ്ഞു, ചെയ്ത് നോക്കിയ എല്ലാവരും. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരുന്നു, ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പറഞ്ഞത്. ആ ക്വസ്റ്റ്യനിൽ നമ്മൾ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഒക്കെ ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്തു. എന്നിട്ട് നിങ്ങളെല്ലാവരോടും അത് ചെയ്ത് നോക്കാനും പറഞ്ഞു, റൈറ്റ്? I hope you all did that work. Then in today we are going to solve another question. നമ്മൾ അക്കൗണ്ടൻസിയിലെ ഈ ജേർണൽ എൻട്രീസിൻ്റെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഇന്ന് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ട്രാൻസാക്ഷൻസിനെയും എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെറിയ ക്യാപിറ്റലിൻ്റെയും അതേപോലെ പിന്നെ സാലറി അങ്ങനെ ചെറിയ ട്രാൻസാക്ഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ പഠിച്ച പർച്ചേസ് റിട്ടേൺസ്, സെയിൽസ് റിട്ടേൺസ് അതുകൂടെ ഈ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. അക്കൗണ്ടൻസി ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യും തോറും നിങ്ങൾക്ക് കൂടുതൽ അത് ഈസി ആയിട്ട് തോന്നും. നമ്മൾ ജസ്റ്റ് വായിച്ച് പഠിച്ചത് കൊണ്ട് കാര്യമില്ല, അക്കൗണ്ടൻസി ചെയ്ത് തന്നെ പഠിക്കണം. നമ്മൾ മാത്സ് ഒക്കെ അങ്ങനെയല്ല, നമ്മൾ മാത്സ് എത്ര ചെയ്യുന്നോ അത്രയും നമുക്ക് കൂടുതൽ മനസ്സിലാവും. സോ ഹിയർ എ പേഴ്സൺ നെയിംഡ് ആനന്ദ്, ഹി ഈസ് എ ബിസിനസ് മാൻ. He started business on 2020 July 1st with a capital of rupees 15,000 as cash. ഇവിടെ ആ ഒരു കാര്യങ്ങൾ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ല, കാരണം നമ്മുടെ ഈ ഒരു ബോർഡിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് തന്നത് ക്യാപിറ്റൽ 15,000 ആണ്. അക്കൗണ്ടൻസിൽ നിങ്ങൾക്ക് പ്രോബ്ലം വരിക ഈ ഒരു രീതിയിലായിരിക്കും. ആനന്ദ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ഓഫ് rupees 15,000 ആസ് ക്യാഷ്. അയാൾ എന്താണ് ക്യാഷ് ആയിട്ടാണ് 15,000 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ ഈ കോമ്പൗണ്ട് എൻട്രി പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്ത്, ചിലപ്പോൾ ക്യാഷ് ആയിട്ട് മാത്രമല്ല അവിടെ എന്തുണ്ടാവാം, മെഷീനറി ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ആയിട്ടും അസറ്റായിട്ടും ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ ഈ കേസിൽ ഹി ഇൻട്രൊഡ്യൂസ്ഡ് 15,000 ആസ് ക്യാഷ്. ആൻഡ് ഓൺ 3rd July, അതായത് പിറ്റേ ദിവസം കഴിഞ്ഞ് 3rd July അയാൾ എന്ത് ചെയ്തു, ബാങ്കിൽ പോയിട്ട് ഒരു 5,000 rupees ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കാരണം ഈ ഒരു കാലത്ത് ബാങ്ക് ട്രാൻസാക്ഷൻസ് ആവശ്യം വരും. സോ ഒരു അക്കൗണ്ട് അയാൾ എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു, അയാളുടെ ഫേമിൻ്റെ പേരിൽ അവിടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഓൺ ദ നെക്സ്റ്റ് ഡേ അല്ല അതിൻ്റെ നെക്സ്റ്റ് ഡേ 5th അയാൾ എന്ത് ചെയ്തു, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കെ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ ഒരു കെ എന്ന് അവിടെ പറഞ്ഞു, അതായത് ഒരു വേറൊരു അക്കൗണ്ടിൻ്റെ വേറെ ഇപ്പോൾ പർച്ചേസ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി സപ്ലയർ, ആ ഒരു സപ്ലയറുടെ പേര് നമുക്ക് തന്നു, പക്ഷേ ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ ഇറ്റ് വിൽ ബി എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, അതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കും. നേരെ മറിച്ച് ഇവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കെ ഫോർ ക്യാഷ് എന്ന് തരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ ആവും. അവിടെ ഒരു ക്രെഡിറ്റ് കെൻ്റെ പേര് തന്നെങ്കിലും കെ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് അവിടെ വരില്ല. നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ടു ജെ. സോൾഡ് ഗുഡ്സ് ടു ജെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇതും ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ തന്നെയാണ്. നമ്മൾ കെ എന്ന് പറയുന്നത് നമ്മുടെ സപ്ലയർ ആണെങ്കിൽ ഈ ജെ എന്ന് പറയുന്നത് ആരായിരിക്കും, നമ്മുടെ ഒരു കസ്റ്റമർ ആയിരിക്കും. അപ്പോൾ കസ്റ്റമർക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ക്രെഡിറ്റ് ബേസിൽ ഗുഡ്സ് വിൽക്കുകയാണ്. നെക്സ്റ്റ് ഓൺ 10th July റിട്ടേൺഡ് ഗുഡ്സ് ടു കെ. നമ്മൾ കെയിൽ നിന്നും പർച്ചേസ് ചെയ്ത 1,500 ഗുഡ്സിൽ നിന്നും 350 ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, റിട്ടേൺ ചെയ്യാണ്. അതായത് എന്തെങ്കിലും അതിലെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അല്ലേ, ഗുഡ്സ് ചിലപ്പോൾ നമുക്ക് ക്വാളിറ്റി കുറഞ്ഞതോ അല്ലെങ്കിൽ അപ്പോൾ ആവശ്യമില്ലായ്മയോ എന്തോ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ 350 ഗുഡ്സ് കേക്ക് തന്നെ റിട്ടേൺ ചെയ്തു. ദെൻ ഓൺ 13th അയാൾ എന്ത് ചെയ്തു, പർച്ചേസ്ഡ് മെഷീനറി ഫ്രം വി ലിമിറ്റഡ്. ഇവിടെ നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു പർച്ചേസ് എവിടെയും കാണുന്നുണ്ട് അല്ലേ, പർച്ചേസ് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എന്തല്ല, ഇത് പർച്ചേസ് അക്കൗണ്ടിലല്ല വരിക. ഈ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ പർച്ചേസ് അക്കൗണ്ട്, ഇറ്റ് വിൽ ബി റെക്കോർഡഡ് ഇൻ പർച്ചേസ് അക്കൗണ്ട്. പക്ഷേ ഇവിടെ പർച്ചേസ്ഡ് മെഷീനറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് മെഷീനറി അക്കൗണ്ടിലാണ് അത് റെക്കോർഡ് ചെയ്യുക. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, ഈ മെഷീനറി പർച്ചേസും മെഷീനറി സെയിൽസും ഒക്കെ, മെഷീനറി എന്താണ്, ഇറ്റ് ഈസ് എ ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റിൻ്റെ പർച്ചേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ പർച്ചേസ് അക്കൗണ്ട് ആൻഡ് ഇറ്റ് സെയിലും നോട്ട് ഇൻ ദ സെയിൽസ് അക്കൗണ്ട്. ഫ്രം വി ലിമിറ്റഡ് എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ വി ലിമിറ്റഡ് എന്ന് പറയുന്നുണ്ട്, ഫോർ ക്യാഷ് എന്ന് പറയുന്നില്ല. സോ ഇറ്റ് മീൻസ് ദിസ് മെഷീനറി ഈസ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ബേസിസ്. നമ്മൾ കടമായിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു മെഷീനറി പർച്ചേസ് ചെയ്തത്. ഓൺ 15th July ജെ റിട്ടേൺഡ് ഗുഡ്സ്. നമ്മൾ നേരത്തെ ജെക്ക് എന്ത് ചെയ്തിരുന്നു, ഓൺ ക്രെഡിറ്റ് ബേസിൽ നമ്മൾ പിന്നെ 400 rupees ഗുഡ്സ് നമ്മൾ വിറ്റിരുന്നു. അങ്ങനെയാകുമ്പോൾ പിന്നെ എന്ത് ചെയ്തു, 15th ജെ അതിൽ 150 rupees ഗുഡ്സ് ജെ എന്ത് ചെയ്തു, നമുക്ക് റിട്ടേൺ ചെയ്തു. ദെൻ ഓൺ നെക്സ്റ്റ് ഡേ ഓൺ 17th വി പെയ്ഡ് ഫോർ റിപ്പയറിംഗ് മെഷീൻ. പെയ്ഡ് ഫോർ റിപ്പയറിംഗ് മെഷീൻസ്. മെഷീൻസിന് നമ്മൾ ഒരു മെഷീൻ വാങ്ങി അത് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അതിന് കുറച്ച് റിപ്പയർമെൻറ്റ് വർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു റിപ്പയർമെൻറ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 75 rupees പേ ചെയ്തു. അപ്പോൾ ഇത് ഒരിക്കലും മെഷീൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് വിൽ ബി റെക്കോർഡഡ് ഇൻ റിപ്പയറിംഗ് അക്കൗണ്ട്. റിപ്പയറിംഗ് ചാർജ് ആണ്. റിപ്പയറിംഗ് ഈസ് ആൻ എക്സ്പെൻസസ്. ദെൻ റിസീവ്ഡ് ക്യാഷ് ഫ്രോം ജെ. ജെ ആരായിരുന്നു, നമ്മുടെ ജെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെറ്റർ ആയിരുന്നു. കാരണം ജെക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗുഡ്സ് വിറ്റിട്ടുണ്ട്. അപ്പോൾ ആ ജെ നമുക്ക് ക്യാഷ് തരാനുണ്ട്. അതിൽ നിന്ന് ജെ എന്ത് ചെയ്തു, 200 rupees പേ ചെയ്തു. അയാളുടെ കയ്യിൽ ക്യാഷ് വന്നപ്പോൾ അയാൾ 200 rupees അയാൾ പേ ചെയ്തു. നെക്സ്റ്റ് ബ്രോട്ട് ഗുഡ്സ് ഫ്രോം ആർ ഫോർ ക്യാഷ്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ആ ഒരു ഡിഫറൻസ് വരുന്നത്. ഞാൻ പറഞ്ഞു ഈ ക്യാഷ് എന്ന് പറയുന്നത് ഫോർ ക്യാഷ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിൻ്റെ പേര് തന്നിട്ടുണ്ടെങ്കിലും ഇറ്റ് വിൽ ബി എ ക്യാഷ് ട്രാൻസാക്ഷൻ. ഇവിടെ ബ്രോട്ട് ഗുഡ്സ് ഫ്രം ആർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊരു കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്ന ഈ ഒരു ഫോർ ക്യാഷ് കൂടെ എന്ത് ചെയ്യുക, വായിക്കാം. കാരണം ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ക്യാഷ് അക്കൗണ്ടും ഈ പറയുന്ന ബ്രോട്ട് എന്ന് പറയുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് അവിടെ വരും. അവിടെ എന്തില്ല, ആർസ് അക്കൗണ്ട് മറ്റും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതില്ല. നെക്സ്റ്റ് അഡ്വാൻസ്ഡ് കുമാർ 1500 ആസ് ലോൺ. നമ്മൾ കുമാറിന് എന്ത് ചെയ്യാണ്, ഒരു അഡ്വാൻസ് കൊടുക്കുകയാണ്. അതായത് ലോണായിട്ട് നമ്മൾ അയാൾക്ക് 1500 rupees നൽകുകയാണ്. ഇറ്റ് വിൽ ബി എ ഡെറ്റർ. ദെൻ പെയ്ഡ് ക്യാഷ് ടു കെ. കെ ആരായിരുന്നു, കെ വാസ് അവർ ക്രെഡിറ്റർ. നമ്മളൊക്കെ ഒരു കടക്കാരനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 500 rupees കേക്ക് പേ ചെയ്തു. ഓക്കെ. ദെൻ ഓൺ 29 വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. ഇത് ക്വസ്റ്റ്യൻ വരും ഒരു പക്ഷേ, വിഡ്രോ ഫ്രം ഓഫീസ് ഫോർ പേഴ്സണൽ യൂസ് അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ആനന്ദ് വിഡ്രോ എമൗണ്ട് ഓഫ് ₹300 ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. എന്തായിരുന്നു പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്യുമ്പോൾ, ഇറ്റ് ഈസ് എ ഡ്രോയിങ്. ഡ്രോയിങ് എന്ന് പറയുമ്പോൾ അല്ലേ, ഡ്രോയിങ് എന്നാണ് ഈ ഒരു കാറ്റഗറിക്ക് പറയാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ദെൻ ഓൺ 31st പെയ്ഡ് റെൻറ്റ്. റെൻറ്റ് പേ ചെയ്തു ₹4,500. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ തന്നെ ഓൾറെഡി പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ, എങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓൺ 2020 July 1st നമ്മൾ ഇതാണ് ജേർണലിൻ്റെ ഫോർമാറ്റ്. ജേർണലിൽ നിന്നുണ്ടാവും ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ് റുപ്പീസ് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട്. നമ്മൾ ഫസ്റ്റ് കോളത്തിൽ എന്താണ് ചെയ്യുന്നത്, ഡേറ്റ് ആണ് അല്ലേ, 2020. ഇയാൾ ജൂലൈയിലാണ്, ജൂലൈ 1st. ജൂലൈ 1st എന്ത് ചെയ്യുന്നു, ഈ സ്റ്റാർട്ടഡ് ബിസിനസ്. സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ അക്കൗണ്ട് ഉണ്ടാവും, അയാൾ ക്യാഷ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവും. അവിടെ ഒരു ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവും. നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്തായിരുന്നു, ഇറ്റ് ഈസ് എൻ അസറ്റ്. ക്യാഷ് അക്കൗണ്ട് അസറ്റാണ്. ഇവിടെ ക്യാഷ് ഇൻക്രീസ് ചെയ്യാണ്. വെൻ എൻ അസറ്റ് ഇൻക്രീസസ് ഇറ്റ് ഈസ് ഡെബിറ്റഡ്. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എങ്ങനെയായിരുന്നു നമ്മൾ എഴുതുക, 2 എന്ന് ഫസ്റ്റ് 2 എഴുതിയിട്ടാണ് നമ്മൾ ആ ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതുന്നത്. 2 എന്താ ഇവിടെ, 2 ഏത് അക്കൗണ്ടാണ് വരിക, ക്യാപിറ്റലാണ്. കാരണം ഇയാൾ ക്യാപിറ്റലാണ് ഇൻക്രീസ് ചെയ്തത്. ഇവിടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തായിരുന്നു റൂള്, ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ വ്യക്തിയുടെ പേരാണെങ്കിൽ ഇപ്പോൾ ടു ആനന്ദ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ടിൻ്റെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് എത്രയാണ്, ₹15,000. അയാൾ 15,000 ആണ് ക്യാപിറ്റലായിട്ട് അയാൾ ക്യാഷ് എന്ത് ചെയ്തത് കൊണ്ടുവരുന്നത്.
ക്യാപിറ്റൽ അക്കൗണ്ടിലും അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് എമൗണ്ട് എത്രയാണ്? ഇറ്റ് വിൽ ബി ഓൾസോ 15,000. ഇതിൻ്റെ നറേഷൻ എന്താണ്? സ്റ്റാർട്ടഡ്. ഇപ്പോൾ ആനന്ദ് ആണെങ്കിൽ ആനന്ദ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹15,000 as cash. അയാൾ ക്യാഷ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ ജേർണൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? വി ഹാവ് ടു അണ്ടർലൈൻ. ഒരു ഇടപാട് കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ജേർണൽ എൻട്രി തയ്യാറാക്കിയാൽ അതിൻ്റെ അണ്ടറിൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ കോളം മാത്രം എന്ത് ചെയ്യാണ്? നമ്മൾ ഒരു ലൈൻ വരക്കും. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നടക്കുന്നത് ഓൺ 3rd July ആണ്. 3rd July ഹി ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. അയാൾ എന്ത് ചെയ്യാണ്? ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് എന്താണ്? ഇറ്റ് ഈസ് എൻ അസറ്റ് ടു എ ഫേം. നമ്മുടെ ഫേമിൻ്റെ ഒരു അസറ്റാണ് ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്? ബാങ്ക് എന്ന് പറയുന്ന ഒരു അസറ്റിൻ്റെ വാല്യൂ അവിടെ കൂടുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 3rd നമ്മൾ എന്ത് ചെയ്യാണ്? ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു അസറ്റ് ബാങ്ക് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. സോ ഇറ്റ് വിൽ ബി ഡെബിറ്റഡ്. അതായിരിക്കും ഡെബിറ്റ് ചെയ്യുക. അവിടെ ഡിക്രീസ് ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്? നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്യാഷ് ആണ്. നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ക്യാഷിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 5,000 അവിടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഡെബിറ്റ് കോളത്തിൽ നമുക്ക് നമ്മൾ ബാങ്ക് ബാലൻസ് 5,000 ഇൻക്രീസ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ടു ക്യാഷ് അക്കൗണ്ട്, നമ്മുടെ ക്യാഷ് അക്കൗണ്ട് എന്ത് ചെയ്യും? അവിടെ 5,000 ആയിട്ട് ഡിക്രീസ് ചെയ്യും. അസറ്റാണ്, ഡിക്രീസ് ചെയ്താൽ വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്. നമ്മളത് ക്രെഡിറ്റ് കോളത്തിലാണ് മാർക്ക് ചെയ്യുക. ഇവിടെ എന്താണ് നറേഷൻ എന്ന് പറയുന്നത്? ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ₹5,000. Then draw a line. Next, on 5th he purchased goods from K for ₹1,500. ഇതിൽ purchase goods from K എന്ന് സ്പെസിഫിക്കലി പറഞ്ഞത് കൊണ്ട് it will be a credit transactions. അപ്പോൾ പർച്ചേസ് എന്ന് പറയുമ്പോൾ he will be our supplier ആയിരിക്കൂലേ? അപ്പോൾ നമ്മൾ അയാളുടെ നിന്ന് കടമായിട്ട് വാങ്ങുകയാണ്. സോ വി ഹാവ് ടു പേ ഹിം ഇൻ ഫ്യൂച്ചർ. നമ്മൾ ഫ്യൂച്ചറിൽ അയാൾക്ക് പേ ചെയ്യണം. ഇറ്റ് വിൽ ബി എ ലാബിലിറ്റി. ഇവിടെ എന്താണ്? കെ എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ലാബിലിറ്റി. ആ ലാബിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യാണ്. നമ്മുടെ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ എന്താ ചെയ്യുക? ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ ഡെബിറ്റ് ചെയ്യുക എന്താണ്? ഇറ്റ് വിൽ ബി പർച്ചേസ് അക്കൗണ്ട്. കാരണം പർച്ചേസ് അക്കൗണ്ടിൽ ശരിക്കും ഇവിടെ ഗുഡ്സ്, നമ്മുടെ ഇൻവെൻട്രി എന്ന് പറയുന്ന ഒരു അസറ്റ് എന്ത് ചെയ്യാണ്? അവിടെ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് പർച്ചേസ് അക്കൗണ്ട്. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് ചെയ്ത നെക്സ്റ്റ് പർച്ചേസ് അക്കൗണ്ട്. ഇതിൽ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സിൻ്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രി ഒക്കെ മാർക്ക് ചെയ്യുന്ന അക്കൗണ്ടാണ് പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ. എത്രയാണ് നമ്മൾ പർച്ചേസ് ഇൻക്രീസ് ചെയ്യുന്നത്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കെ ഫോർ ₹1,500 ആണ്. 1,500 ഗുഡ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ടു പറഞ്ഞിട്ട് ഇവിടെ എന്തില്ല? ക്യാഷ് അല്ല ഇത്. കാരണം നമ്മൾ ക്രെഡിറ്റ് ആയിട്ടാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്യുന്നില്ല? അവിടെ ഡിക്രീസ് ചെയ്യുന്നില്ല. പകരം അവിടെ കെ എന്ന് പറയുന്ന ഒരു ക്രെഡിറ്ററായ ഒരു ലാബിലിറ്റി അവിടെ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. കെ എന്ന് പറയുന്നത് ടു കേസ് അക്കൗണ്ട് എന്നാണ് വരിക. ടു കേസ് അക്കൗണ്ട്. ഈ കെ എന്ന് പറയുന്നത് ഹീസ് എ ക്രെഡിറ്റർ ടു ആ ഫേം. ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി എ ലാബിലിറ്റി. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ അല്ലേ? കെൻ്റെ ഒരു ലാബിലിറ്റി കൂടിയില്ലേ? ലാബിലിറ്റി കൂടിയാൽ നമ്മൾ അതെന്ത് ചെയ്യും? നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ കേസ് അക്കൗണ്ട് കെൻ്റെ കറസ്പോണ്ടിങ് എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് കോളത്തിലാണ് മാർക്ക് ചെയ്തത്. 1,500. നറേഷൻ എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് പർച്ചേസ് എന്ന് കൊടുക്കാം. നറേഷനിൽ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കെ ഓൺ ക്രെഡിറ്റ് എന്ന് കൊടുക്കാം. ക്രെഡിറ്റ് പർച്ചേസ് ₹1,500.
നറേഷൻ ഓർമ്മിക്കുക, നറേഷൻ നമ്മൾ ബ്രാക്കറ്റിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ നറേഷൻസ് എഴുതുന്നത്. ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ 7th, ദാറ്റ് ഈസ് സോൾഡ് ഗുഡ്സ് ടു ജെ. ഇവിടെ നമ്മൾ ജെ എന്ന് പറയുന്ന ഒരു കസ്റ്റമർക്ക് നമ്മൾ ഗുഡ്സ് വിൽക്കുകയാണ്. പക്ഷെ ജെ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ആ ഒരു സമയത്ത് ജെ പേ ചെയ്യുന്നില്ല. അയാൾ ഗുഡ്സ് വാങ്ങിയിട്ട് പിന്നെ ഫ്യൂച്ചറിൽ പേ ചെയ്യാമെന്നുള്ളൊരു അഗ്രിമെൻ്റ് അവിടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ജെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെറ്റർ ആയിരിക്കും. നമുക്ക് ഡെറ്റർ എന്ന് പറയുമ്പോൾ ഡെപ്റ്റർ ആരായിരുന്നു? ഇറ്റ് ഈസ് ആൻ അസറ്റ്. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ഈ ഡെറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിസോഴ്സ് ആണ് അല്ലേ? നമുക്ക് ഭാവിയിൽ ക്യാഷ് കിട്ടാൻ പോകുന്ന റിസോഴ്സ് ആണ് ഡെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സോൾഡ് ഗുഡ്സ് ടു ജെ എന്ന് പറയുമ്പോൾ ജെ എന്ന് പറയുന്ന ഒരു ഡെബിറ്റ്, ഒരു ഡെറ്റർ. ആ ഡെറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അസറ്റ്. അവിടെ അസറ്റ് എന്ത് ചെയ്യാണ്? കൂടുന്നു. അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യായിരുന്നു? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെബിറ്റ് ചെയ്യും. അപ്പോൾ അസറ്റ് കൂടുകയാണ്. അസറ്റ് എന്ന് പറയുന്നത് ജെഎസ് അക്കൗണ്ട് ആണ്. ഓൺ 7th എന്ത് ചെയ്യാണ്? ജെഎസ് അക്കൗണ്ട്, ജെ എന്ന് പറയുന്ന ഒരു ഡെറ്റർ അക്കൗണ്ട് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എത്രക്കാണ് ജെക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നത്? 4 rupees 400 റുപ്പീസിൻ്റെ ഗുഡ്സ് എന്താണ് ജെക്ക് വിൽക്കുന്നു. ജെഎസ് അക്കൗണ്ട് 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഈ പർച്ചേസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് സെയിൽസ്. നമ്മൾ ഗുഡ്സ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു പർച്ചേസ് അക്കൗണ്ട് ആവാം, സെയിൽസ് അക്കൗണ്ട് ആവാം, പിന്നെ അല്ലെങ്കിൽ അല്ലാതെ ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് മാർക്ക് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ടു സെയിൽസ് അക്കൗണ്ട്. കാരണം ഇത് എന്തുകൊണ്ടാണ് സെയിൽസ് ക്രെഡിറ്റ് ചെയ്യുന്നത്? സെയിൽസ് ക്രെഡിറ്റ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഇൻവെൻട്രി, സെയിൽസിലൂടെ ഇവിടെ ഇൻവെൻട്രി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു അസറ്റ് എന്ത് ചെയ്യാണ്? കുറയുന്നതാണ്. അപ്പോൾ കുറയുമ്പോൾ അസറ്റ് കുറയുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. എത്ര എമൗണ്ട് ആണ്? 4 rupees 400 റുപ്പീസിൻ്റെ ഗുഡ്സ് നമ്മൾ ഈ പറഞ്ഞ ജെ എന്ന് പറയുന്ന ഒരു കസ്റ്റമർക്ക് നമ്മൾ ക്രെഡിറ്റ് ബേസിൽ നമ്മൾ വിൽക്കുന്നു. ഇതിൻ്റെ നറേഷൻ എന്താണ്? ക്രെഡിറ്റ് സെയിൽസ് ഓഫ് 4 rupees 400. ക്ലിയർ അല്ലേ? നമ്മളിപ്പോൾ 4 ട്രാൻസാക്ഷൻസ് അല്ലേ? 4 ട്രാൻസാക്ഷൻസ് ഇവിടെ റെക്കോർഡ് ചെയ്തു. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റിൻ്റെ വാല്യൂ കൂടി 15,000 കൂടി, അപ്പം നമ്മളത് ഡെബിറ്റ് ചെയ്യും. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റലിൻ്റെ റൂൾ എന്ന് പറയുമ്പോൾ വെൻ ദ ക്യാപിറ്റൽ ഇൻക്രീസസ് നമ്മളത് ക്രെഡിറ്റ് ചെയ്യും. ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, ക്യാപിറ്റൽ കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യും. ദെൻ ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ ബാങ്ക് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അപ്പോൾ ആ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളത് ഡെബിറ്റ് ചെയ്യുന്നു. പിന്നെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അവിടെ കുറയുന്നു, അപ്പം നമ്മൾ എന്ത് ചെയ്യും? അത് ക്രെഡിറ്റ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പർച്ചേസ് അക്കൗണ്ട് ടു കേസ് അക്കൗണ്ട്. ഇവിടെ നമ്മൾ കെയിൽ നിന്നും ക്രെഡിറ്റ് ബേസിൽ ഗുഡ്സ് വാങ്ങുന്നു. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് നമ്മുടെ ഗുഡ്സ് എന്ന് പറയുന്ന ഇൻവെൻട്രി എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്യുന്നു? അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡിൽ കേസ് അക്കൗണ്ട്, കെ എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റർ, ഒരു ലാബിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. ലാബിലിറ്റി കൂടുമ്പോൾ നമ്മളത് ക്രെഡിറ്റ് ചെയ്യും. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ജെ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു? അവിടെ ക്രെഡിറ്റ് സെയിൽ നടക്കുകയാണ് അല്ലേ? നമ്മുടെ കുറച്ച് ഗുഡ്സ് അയാൾക്ക് വിൽക്കുന്നു. അവിടെ ജെഎസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഡെപ്റ്റർ, ഇറ്റ് ഈസ് ആൻ അസറ്റ്. ഡെപ്റ്റർ എന്ന് പറയുന്നത് അസറ്റാണ്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ ഈ 400 നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഡെബിറ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെയിൽസ് അക്കൗണ്ടിൽ ശരിക്കും നമ്മുടെ ഗുഡ്സ് അല്ലെങ്കിൽ ഇൻവെൻട്രി എന്ന് പറയുന്ന ഒരു അസറ്റ് അവിടെ കുറയുന്നു. അങ്ങനെ കുറയുമ്പോൾ ഇറ്റ് ഈസ് ക്രെഡിറ്റഡ്. അപ്പോൾ ഈ ഒരു 4 ട്രാൻസാക്ഷൻസിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്തു. നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇനിയും അടുത്ത ട്രാൻസാക്ഷൻസ് ചെയ്തു നോക്കാം. ഓക്കെ, ദ നെക്സ്റ്റ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ക്വസ്റ്റ്യൻ ഈസ് ഓൺ 10th July ഈ ആനന്ദ് റിട്ടേൺഡ് ഗുഡ്സ് ടു കെ. നമ്മുടെ ഫേം എന്ത് ചെയ്യാണ്? നമ്മൾ കെയിൽ നിന്നും പർച്ചേസ് ചെയ്ത ഗുഡ്സ് നമ്മൾ റിട്ടേൺ ചെയ്യാണ്. കെയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തത് 1,500 ആയിരുന്നു. അതിൽ 350യുടെ ഗുഡ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റിട്ടേൺ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കെ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ഒരു ക്രെഡിറ്റർ ആയിരുന്നു അല്ലേ? കെ എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണ്. ഇറ്റ് വാസ് എ ലാബിലിറ്റി, ഒരു ലാബിലിറ്റിയാണ്. അപ്പോൾ അയാളിൽ നിന്നും വാങ്ങിയ ഗുഡ്സ് നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മുടെ ലാബിലിറ്റി അവിടെ കുറയുന്നു. അപ്പോൾ ജൂലൈ 10th നമ്മൾ എന്ത് ചെയ്യുന്നത്? 2020 ജൂലൈ
ജൂലൈ 10th നമ്മൾ കെക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യാണ്. കെ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കെ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ക്രെഡിറ്റർ. അയാൾ നമ്മുടെ ഒരു ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ലാബിലിറ്റി. ലാബിലിറ്റിൻ്റെ വാല്യൂ കുറയുമ്പോൾ നമ്മളത് ഡെബിറ്റ് ചെയ്യും. ലാബിലിറ്റി കുറയുമ്പോഴാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന റിട്ടേൺഡ് ഗുഡ്സ് എന്ന് പറയുന്നത് 350 നമ്മൾ കെൻ്റെ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. കേസ് അക്കൗണ്ട് നമ്മൾ ഇവിടെ കേസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും, കാരണം ലാബിലിറ്റി കുറയുന്നു. 2, ഇവിടെ നമ്മൾ സെയിൽസ് അക്കൗണ്ട് അല്ല ഇവിടെ എടുക്കുക, അല്ലെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് അല്ല എടുക്കുക. നമ്മൾ നേരത്തെ ഇവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് പറഞ്ഞിട്ട് അതിൻ്റെ ട്രാൻസാക്ഷൻ എന്തായിരുന്നു? പർച്ചേസ് അക്കൗണ്ട് ടു കെ ആണ്. പക്ഷേ റിട്ടേൺഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ആണ്. ഗുഡ്സ് റിട്ടേണിന് സെപ്പറേറ്റ്, ഇപ്പോൾ ഗുഡ്സ് റിട്ടേൺ ടു ആണോ അല്ലെങ്കിൽ റിട്ടേൺഡ് ഫ്രം ആണോ, അത് നമ്മൾ ഒരു സെപ്പറേറ്റ് 2 അക്കൗണ്ട്സ് ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അക്കൗണ്ടിങ് ടേംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് 2 ടേംസ് പറഞ്ഞിരുന്നു അല്ലേ? അതായത് പർച്ചേസ് റിട്ടേൺസും സെയിൽസ് റിട്ടേൺസും. ഇവിടെ ഇത് നമ്മൾ എന്താണ്? റിട്ടേൺഡ് ഗുഡ്സ് 2 ആണ്. നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തായിരുന്നു അക്കൗണ്ട്? ഇറ്റ് ഈസ് പർച്ചേസ് റിട്ടേൺസ്. ഈ ഒരു കേസ് അക്കൗണ്ട് കുറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് ടു പർച്ചേസ് റിട്ടേൺസ് എന്നുള്ള ഒരു അക്കൗണ്ട് ആണ്. പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട്. പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? സെയിം. അവിടെ വേറെ ഡെബിറ്റോ അല്ലെ ഒന്നും വരുന്നില്ല. ഇതൊരു സിമ്പിൾ എൻട്രി ആണ്. അതുകൊണ്ട് തന്നെ എമൗണ്ട് 350 ആണ്. നറേഷൻ എന്ന് പറയുന്നത് റിട്ടേൺഡ് ഗുഡ്സ്. റിട്ടേൺഡ് ഗുഡ്സ് ടു കെ, അല്ലെങ്കിൽ വർത്ത് റുപ്പീസ് നിങ്ങൾക്ക് എഴുതാം. എമൗണ്ട് റുപ്പീസ്, എമൗണ്ടിങ് റുപ്പീസ് 350, അല്ലെങ്കിൽ എമൗണ്ടിങ് റുപ്പീസ് നിങ്ങൾക്കിപ്പോൾ വാല്യൂഡ് എഴുതാം, അല്ലെങ്കിൽ വർത്ത് റുപ്പീസ് എഴുതാം. അങ്ങനെ നറേഷനിൽ നിങ്ങളതിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ എമൗണ്ടിങ് റുപ്പീസ് കൊടുക്കാം. ഇവിടെ draw a line. Then on next day purchased machinery. Next transaction is on 13th. ഈ നമ്മുടെ ഫേം, അതിൻ്റെ ഫേം എന്ത് ചെയ്തു? പർച്ചേസ്ഡ് മെഷീനറി ഫ്രം വി ലിമിറ്റഡ്. ഇവിടെ 2 കാര്യം. ഒന്ന്, പർച്ചേസ്ഡ് എന്ന് വന്നിട്ടുണ്ടെങ്കിലും ഇറ്റ് ഈസ് നോട്ട് എ ഇൻ ദ പർച്ചേസ് അക്കൗണ്ട്. ആൻഡ് വി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫോർ ക്യാഷ് ഇല്ല. സോ ഇറ്റ് വിൽ ബി എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇപ്പോൾ പർച്ചേസ്ഡ് മെഷീനറി എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്ന അസറ്റ് എന്താണ്? മെഷീനറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യാണ്. ഇപ്പോൾ 13th അല്ലേ? 13th അയാൾ എന്ത് ചെയ്യുന്നു? 13th പർച്ചേസ്ഡ് മെഷീനറി. ഇവിടെ മെഷീനറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിക്സ്ഡ് അസറ്റ് ഇൻക്രീസ് ചെയ്യാണ്. ഫിക്സ്ഡ് ഈ നമ്മുടെ അസറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മെഷീനറി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോങ് ടൈമിൽ, അതായത് 1 ഇയറിന് മേലെ നമ്മൾ ഉപയോഗിക്കുന്ന അസറ്റ്സിനാണ് നമ്മൾ ഫിക്സ്ഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫിക്സ്ഡ് അസറ്റ്സിന് എന്തുണ്ടാവും? സെപ്പറേറ്റ് അക്കൗണ്ട്സ് ഉണ്ടാവും. കാരണം അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഓരോ ഫിക്സ്ഡ് അസറ്റ് നമ്മൾ സെപ്പറേറ്റ് കാണിക്കും, അസറ്റ്സും ലാബിലിറ്റീസും. അങ്ങനെ കാണിച്ചാലേ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ മെഷീനറി അക്കൗണ്ട് ഇവിടെ ഫിക്സ്ഡ് അസറ്റായ മെഷീനറി അക്കൗണ്ട് ഇവിടെ ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് ഡെബിറ്റ് ചെയ്യണം. ആ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എത്രയാണ്? 2500. 2500 രൂപയുടെ മെഷീനറിയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഇവിടെ ക്രെഡിറ്റ് ആസ്പെക്റ്റ് വരിക ടു വി ലിമിറ്റഡ് ആണ്. ഇവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മൾ മെഷീനറി അക്കൗണ്ട് ടു ക്യാഷ് നമുക്ക് കൊടുക്കാം. പക്ഷേ ഇവിടെ വി ലിമിറ്റഡിൽ നിന്നും നമ്മൾ ക്രെഡിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്തത്? മെഷീനറി പർച്ചേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വി ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രെഡിറ്റർ ആൻഡ് സോ ഇറ്റ് വിൽ ബി എ ലാബിലിറ്റി. ഇവിടെ ലാബിലിറ്റി എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. വി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ലാബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാണ്. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ക്രെഡിറ്റ് ചെയ്യും. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ നറേഷൻ എന്ന് പറയുന്നത് പർച്ചേസ്ഡ് മെഷീനറി. പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്രെഡിറ്റ്. ഫോർ ക്രെഡിറ്റ്. നമ്മൾ ക്രെഡിറ്റ് ബേസ്ഡിലാണ് മെഷീനറി പർച്ചേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ്
ജെ റിട്ടേൺഡ് ഗുഡ്സ്. നമ്മൾ നേരത്തെ ജെക്ക് കുറച്ച് ഗുഡ്സ് വിറ്റിരുന്നു അല്ലേ. ജെ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്ക് 150യുടെ ഗുഡ്സ് ജെ റിട്ടേൺ ചെയ്തു. അപ്പോൾ ജെ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പർച്ചേസ് റിട്ടേൺസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഉള്ള സെയിൽസ് റിട്ടേൺസ് ആണ് ഈ ഒരു ട്രാൻസാക്ഷനിൽ വരിക. ഇപ്പോൾ ജെ എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരുന്നു, ഹി വാസ് എ ഡെറ്റർ, നമുക്ക് ഇങ്ങോട്ട് തരാനുള്ള ഒരു അസറ്റ് ആയിരുന്നു ജെ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റിട്ടേൺഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ തിരിച്ചു തരികയാണ്. അപ്പോൾ നമ്മുടെ ഇൻവെൻട്രി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ഇൻവെൻട്രി അവിടെ ഇൻക്രീസ് ചെയ്യല്ലേ നമ്മുടെ സ്റ്റോക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ സെയിൽസ് അക്കൗണ്ട് അല്ല ചെയ്യുക, മറിച്ച് അതിന് പകരം സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ആണ് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഓൺ ദ ഡേറ്റ് ഓഫ് 15th ജൂലൈയിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ നേരത്തെ പർച്ചേസ് റിട്ടേൺസ് പറഞ്ഞു, ഇവിടെ സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര എമൗണ്ടിൻ്റെതാണ് അയാൾ റിട്ടേൺ ചെയ്തത്, ₹4.150. നമ്മൾ 150യുടെ സെയിൽസ് റിട്ടേൺസ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. 2 ഇവിടെ ക്രെഡിറ്റ് ആസ്പെക്ട് വരുന്നത് എന്തായിരിക്കും, ജെ ആണ്. കാരണം ജെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെറ്റർ ആയിരുന്നു. അപ്പോൾ ജെസ് അക്കൗണ്ട്, ജെ എന്ന് പറയുന്ന ഡെറ്റർ അവിടെ ഡിക്രീസ് ചെയ്തു. അസറ്റ് ഡിക്രീസ് ചെയ്താൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. 150 എന്താണ് നറേഷൻ കൊടുക്കുക, ജെ റിട്ടേൺഡ് ഗുഡ്സ് ഓഫ് ₹150. നമ്മൾ അണ്ടർലൈൻ ചെയ്യും. പെർട്ടിക്കുലേഴ്സ് മാത്രമേ നമ്മൾ അണ്ടർലൈൻ ചെയ്യൂ. ദെൻ റിപ്പയറിംഗ് മെഷീൻസ്. 17th നമ്മളൊരു മെഷീൻ വാങ്ങിയിട്ടുണ്ട്. 13th ഈ വി ലിമിറ്റഡിൽ നിന്നും ഒരു മെഷീൻ വാങ്ങി അത് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പൊതുവേ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒക്കെ അത് ഒരു കോംപ്ലക്സ് ടാസ്ക് ആയിരിക്കും. വേറെ ആൾക്കാരൊക്കെ നമുക്ക് ചിലപ്പോൾ ടെക്നീഷ്യൻസിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. അതിന് റിപ്പയർമെൻറ്റ് വർക്ക്സ് ഉണ്ടാവും. അങ്ങനെ ചെറിയ റിപ്പയറിംഗ് വർക്ക് അവിടെ നടന്നു നമ്മുടെ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ റിപ്പയറിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. നമ്മൾ എക്സ്പെൻസിൻ്റെ റൂൾ എന്തായിരുന്നു, റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൽ റിപ്പയറിംഗ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസസ് വെൻ ഇൻക്രീസസ് ഇറ്റ് ഈസ് ഡെബിറ്റഡ് ആൻഡ് ഡിക്രീസസ് അത് ക്രെഡിറ്റ് ചെയ്യും. അവിടെ റിപ്പയറിംഗ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ്, ആ എക്സ്പെൻസ് കൂടുകയാണ്. അപ്പോൾ 17th ഒരു എക്സ്പെൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. റിപ്പയറിംഗ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എത്ര എമൗണ്ട് ആണ്, ₹4.75. ചെറിയ റിപ്പയറിംഗ് ആണ്, ചെറിയൊരു വർക്കാണ്. 75 എന്ന് പറഞ്ഞിട്ടുള്ള 2 ഇവിടെ റിപ്പയർ ചെയ്താൽ നമ്മൾ എന്താ കൊടുക്കുക, അവർക്ക് ക്യാഷ് പേയ്മെൻറ്റാണ് നടത്തുക. അപ്പോൾ നമ്മുടെ അസറ്റായ ക്യാഷ് എന്നും പറഞ്ഞിട്ടുള്ള അസറ്റ് ഇവിടെ എന്ത് ചെയ്യും, കുറയും. അസറ്റ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ നറേഷൻ എന്തായിരിക്കും, പെയ്ഡ് റിപ്പയറിംഗ് ചാർജ് അല്ലെങ്കിൽ റിപ്പയറിംഗ് എക്സ്പെൻസ്, പെയ്ഡ് റിപ്പയറിംഗ് എക്സ്പെൻസ്. അപ്പോൾ ഇതിൽ നമ്മൾ 4 ട്രാൻസാക്ഷൻസ് ആണ് ഇപ്പോഴും ചെയ്തത്. ഫസ്റ്റ് എന്താണ്, പർച്ചേസ് റിട്ടേൺസ്. നമ്മൾ വാങ്ങിയ കുറച്ച് ഗുഡ്സ് നമ്മൾ കേക്ക് തന്നെ റിട്ടേൺ ചെയ്യാണ്. ഇപ്പോൾ കേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലാബിലിറ്റി അവിടെ കുറയുന്നു. ലാബിലിറ്റി കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡെബിറ്റ് ചെയ്യും. ടു പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട്, നമ്മളെ ഗുഡ്സ് അവിടെ ഗുഡ്സ് എന്ത് ചെയ്യാണ്, കുറയും. നമ്മുടെ സ്റ്റോക്കുള്ള ഗുഡ്സ് നമ്മൾ റിട്ടേൺ ചെയ്യല്ലേ, അപ്പോൾ കുറച്ച് ഗുഡ്സ് കുറയും. സോ പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ദ നെക്സ്റ്റ് മെഷീനറി അക്കൗണ്ട് ടു വി ലിമിറ്റഡ്. ഇവിടെ മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മെഷീനറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസറ്റ്, ഒരു ഫിക്സ്ഡ് അസറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യാണ്. അസറ്റ്സ് കൂടുമ്പോൾ നമ്മളത് ഡെബിറ്റ് ചെയ്യും. പിന്നെ ടു വി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ലാബിലിറ്റിയാണ്. അപ്പോൾ ലാബിലിറ്റി കൂടുമ്പോൾ നമ്മളത് ക്രെഡിറ്റ് ചെയ്യും. ദ നെക്സ്റ്റ് സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ടു ജെഎസ് അക്കൗണ്ട്. ജെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അസറ്റാണ്, ഒരു ഡെറ്ററാണ്. ആ ഡെറ്ററുടെ വാല്യൂ അവിടെ അയാൾ എന്ത് ചെയ്യാണ്, നമ്മൾ വിറ്റ സാധനം അയാൾ തിരിച്ചു തരികയാണ്. അപ്പോൾ അയാളുടെ വാല്യൂ എന്ത് ചെയ്യും, നമ്മൾ കുറയും. ആ കുറയുമ്പോൾ നമ്മുടെ ഗുഡ്സ് എന്ത് ചെയ്യും, അവിടെ വാല്യൂ കൂടും, നമ്മുടെ ഇൻവെൻട്രി കൂടും. അപ്പോൾ നമ്മൾ സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ടു ജെഎസ് അക്കൗണ്ട് അത് എന്ത് ചെയ്യും, നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ദ നെക്സ്റ്റ് റിപ്പയറിംഗ്. നമ്മുടെ മെഷീനറിയുടെ പെയ്ഡ് റിപ്പയറിംഗ് ഓൺ മെഷീനറി. നമ്മൾ മെഷീനറിയിൽ ഒരു റിപ്പയറിംഗ് വർക്ക് ആവശ്യം വന്നു.
അപ്പോൾ അതിനെന്ത് ചെയ്തു? ക്യാഷ് പേയ്മെൻറ്റ് നടത്തി. അപ്പോൾ റിപ്പയറിംഗ് അക്കൗണ്ട് മറ്റുള്ള ഒരു എക്സ്പെൻസ് അവിടെ കൂടുന്നു. എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മളത് ഡെബിറ്റ് ചെയ്യും. ദെൻ ക്യാഷ് അക്കൗണ്ട് മറ്റുള്ള ഒരു അസറ്റ് അവിടെ കുറയുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്. ദെൻ ഓൺ 19th വി ആർ റിസീവിങ് എ ക്യാഷ് ഫ്രം ജെ. ജെ എന്ന് പറയുന്ന നമ്മുടെ ഡെറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡെറ്റർ അയാൾ എന്ത് ചെയ്തു? 200 rupees അയാൾ പേ ചെയ്തു. അപ്പോൾ ഇവിടെ പേ ചെയ്യുമ്പോൾ എന്തായിരുന്നു? നമ്മൾ ക്യാഷ് ആയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യാം. ഓൺ ദ ഡേറ്റ് ഓഫ് 19th ആണ്. 19th അയാൾ പേ ചെയ്യുന്നു. എത്ര? ഈ ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അയാൾ ക്യാഷ് പേയ്മെൻ്റ് ആണ് നടത്തുന്നത്. അപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡെബിറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡെബിറ്റഡ്. ക്യാഷ് അക്കൗണ്ട് അവിടെ ഡെബിറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ആൻ അസറ്റ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു. ഇവിടെ നമ്മളെ ജെ എന്ന് പറയുന്നത് ഡെറ്റർ ആയിരുന്നു. ഡെറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ അസറ്റ്. അപ്പോൾ ആ ഒരു അസറ്റ് അവിടെ കുറയുന്നു. ജെ എന്ന് പറയുന്ന അസറ്റ് അവിടെ കുറയുന്നു. അങ്ങനെ അസറ്റ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ക്രെഡിറ്റ് ചെയ്യും ടു ജെസ് അക്കൗണ്ട്. ഇവിടെ ക്യാഷ് അക്കൗണ്ട് അയാൾ എത്രയാണ് പേ ചെയ്യുന്നത്? ഹീസ് പേയിങ് റിസീവ്ഡ് ക്യാഷ് ഫ്രം ജെ 200 rupees ആണല്ലേ. അയാൾ 200 rupees ആണ് അയാൾ പേ ചെയ്യുന്നത്. നമുക്ക് 200 ക്യാഷിൻ്റെ വാല്യൂ 200 കൂടും. നമ്മുടെ അതേസമയം ജെ എന്ന് പറയുന്ന ഡെപ്റ്ററുടെ വാല്യൂ 200 കുറയും. അതിന് നറേഷൻ എന്ന് പറയുന്നത് റിസീവ്ഡ് ക്യാഷ് ഫ്രം, നിങ്ങൾക്ക് വേണമെങ്കിൽ ജെ എന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഡെപ്റ്റർ എന്ന് കൊടുക്കാം. ഫ്രം ഡെറ്റർ. ഓക്കെ, ₹200. Then the next transaction is brought goods from R for cash. Brought goods from R for cash. ഇവിടെ R എന്ന് തന്നത് ശരിക്കും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. ഇതിപ്പോൾ R എന്ന് തന്നിട്ടുണ്ട്, അപ്പോൾ ആർസ് അക്കൗണ്ട് എടുക്കണോ അല്ലെങ്കിൽ ഫോർ ക്യാഷ് തന്നിട്ടുണ്ട്, ക്യാഷ് അക്കൗണ്ട് എടുക്കണോ? ആ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ മാത്സ് പഠിക്കും പോലെ കുറേ ഇങ്ങനെ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുകയല്ല വേണ്ടത്. മറിച്ച് ക്വസ്റ്റ്യൻസ് എന്താണോ അല്ലെങ്കിൽ അക്കൗണ്ടൻസിൻ്റെ പ്രോബ്ലം എന്താണോ അത് നിങ്ങൾ ക്ലിയറിലായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ ശരിക്കും അക്കൗണ്ടൻസി വായിക്കുക, ക്വസ്റ്റ്യൻസ് നന്നായി വായിക്കുക. ആ ക്വസ്റ്റ്യൻസ് വായിച്ചാൽ തന്നെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ ബ്രോട്ട് ഗുഡ്സ് ഫ്രം ആർ ഫോർ ക്യാഷ് ആണ്. അവിടെ ഫോർ ക്യാഷ് തന്നത് കൊണ്ട് തന്നെ ആർ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ നമ്മളെ ക്യാഷ് അവിടെ പോയി. ബ്രോട്ടല്ലേ, വാങ്ങുന്നതല്ലേ, അപ്പം നമ്മളിവിടെ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അവിടെ കുറഞ്ഞു. ദെൻ ബ്രോട്ട് ഗുഡ്സ് നമ്മൾ വാങ്ങുകയാണ്, പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഡെബിറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? പർച്ചേസ് അക്കൗണ്ട്. ദെൻ ഓൺ 22nd നമ്മൾ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യാണ് അല്ലേ, പർച്ചേസ് അക്കൗണ്ട്. അപ്പോൾ ഡെബിറ്റ് ചെയ്യും. പർച്ചേസ് അക്കൗണ്ടിൻ്റെ അതിൻ്റെ റൂൾ എന്താണെന്ന് നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പർച്ചേസ് അക്കൗണ്ട് എത്രയാണ്? നമ്മൾ ₹4,750. ആ 750 നമ്മൾ ഡെബിറ്റ് കോളത്തിൽ എഴുതുന്നു. ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആറിന് നമ്മൾ എഴുതുന്നില്ല. നേരത്തെ എഴുതിയതുപോലെ ആർ എഴുതുന്നില്ല. മറിച്ച് നമ്മളിവിടെ ടു ക്യാഷ് അക്കൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത്. ടു ക്യാഷ് അക്കൗണ്ട് ആണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. ക്യാഷ് പർച്ചേസ് ഓഫ്, നമ്മൾ നറേഷൻ കൊടുക്കുന്നത് എന്താണ്? ക്യാഷ് പർച്ചേസ് ഓഫ് ₹750. ക്യാഷ് പർച്ചേസ് ആണ് അവിടെ നടക്കുന്നത്. ദെൻ ഓൺ 25th നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കുമാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിക്ക് നമ്മൾ ലോൺ നൽകുകയാണ്. അഡ്വാൻസ്ഡ് കുമാർ 1,500 ആസ് ലോൺ. ഇവിടെ ലോൺ എന്ന് പറയുമ്പോൾ ഈ ലോൺ എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് എ ലയബിലിറ്റി. നമ്മൾ നൽകുന്ന ലോണാണ്. നൽകുന്ന ലോൺ മീൻസ് ഈ കുമാർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെറ്ററായിട്ട് വരും. അപ്പോൾ ഇവിടെ ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് എൻ അസറ്റ്. ഒരു അസറ്റിൻ്റെ വാല്യൂ അവിടെ ഇൻക്രീസ് ചെയ്യാണ്. ഇവിടെ 25th നമ്മൾ എന്ത് ചെയ്യുന്നത്? 25th കുമാർ എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ ലോണ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏത് ലയബിലിറ്റിയാണ് കൂടുന്നത്? ഇവിടെ കുമാർസ് ലോൺ. കുമാറിൻ്റെ ഒരു ലോൺ അവിടെ ഇൻക്രീസ് ചെയ്യാണ്. ഈ ലോൺ എന്ന് പറയുന്നത് നമ്മൾ നൽകിയതാണ്. യു ഹാവ് ടു പേ ദാറ്റ് എമൗണ്ട് ടു അസ് ഇൻ ഫ്യൂച്ചർ. അയാൾ തിരിച്ചടക്കേണ്ട ഒരു എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എൻ അസറ്റ്. ഒരു ഡെറ്ററാണ് അയാൾ. ഇറ്റ് ഈസ് എൻ അസറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഡെബിറ്റ് ചെയ്യും.
1500 നമ്മൾ ഡെബിറ്റ് ചെയ്യും. ടു ഇവിടെ കറസ്പോണ്ട് ആയിട്ടുള്ള അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന അടുത്ത അക്കൗണ്ട് എന്ന് പറയുന്നത് ടു ക്യാഷ് അക്കൗണ്ട് ആണ്. നമ്മൾ കുമാറിന് കൊടുത്തത് ബൈ ക്യാഷ് ആണ്, ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. അപ്പം നമ്മളെ ക്യാഷ് അക്കൗണ്ട് അവിടെ കുറയും. ടു ക്യാഷ് അക്കൗണ്ട് 1500, റൈറ്റ്. അപ്പം നമ്മളിത് നറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അഡ്വാൻസ്ഡ് കുമാർ ലോൺ ഓഫ് റുപ്പീസ് 1500. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് പെയ്ഡ് ക്യാഷ് ടു കെ. കെ എന്ന് പറയുന്നത് ആരായിരുന്നു? നമ്മൾ നേരത്തെ പർച്ചേസ്ഡ് ഫ്രം കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലാബിലിറ്റിയാണ്, അതായത് ക്രെഡിറ്റർ ആണ്. നമ്മൾ അയാളിൽ നിന്നും ക്രെഡിറ്റ് ബേസിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പർച്ചേസ് ചെയ്തതിൽ നിന്ന് നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? 500 റുപ്പീസ് നമ്മൾ നൽകുകയാണ്. അങ്ങനെ നൽകുമ്പോൾ നമ്മുടെ ക്രെഡിറ്ററുടെ വാല്യൂ അവിടെ കുറയും. ക്രെഡിറ്റർ എന്ന് പറയുന്നത് ലാബിലിറ്റിയാണ്. സോ പെയ്ഡ് ക്യാഷ് ടു കെ എന്ന് പറയുമ്പോൾ 28-ന് എന്ത് ചെയ്യുന്നു? കെക്ക് നമ്മൾ പേ ചെയ്യുന്നു. അങ്ങനെ പേ ചെയ്യുമ്പോൾ കെയുടെ വാല്യൂ കുറയില്ലേ? കാരണം പിന്നെ നമ്മൾ ആദ്യത്തെ എമൗണ്ട് കൊടുക്കണ്ട, കുറച്ച് അവിടെ വാല്യൂ കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കേസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. കാരണം ലാബിലിറ്റി കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. കേസ് അക്കൗണ്ട് നമ്മൾ എത്രയാണ് കൊടുക്കുന്നത്? 500 ആണ് കൊടുക്കുന്നത്. അപ്പോൾ കേസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ടു ഈ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ക്യാഷ് അക്കൗണ്ട് കുറയും. നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ടു ക്യാഷ് അക്കൗണ്ട് എത്രയാവും? 500. ഇവിടെ ക്യാഷ് അക്കൗണ്ട് കുറയും. അസറ്റ് കുറയുമ്പോൾ അതിന് പിന്നെ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ പെയ്ഡ് ക്യാഷ് ടു ക്രെഡിറ്റർ എന്ന് കൊടുത്താൽ മതി. പെയ്ഡ് ക്യാഷ് ടു ക്രെഡിറ്റർ ഓഫ് റുപ്പീസ് 500. നമ്മൾ 500 റുപ്പീസ് പേ ചെയ്യാണ്. 4 ട്രാൻസാക്ഷൻസ് ക്ലിയർ അല്ലേ? ഓൺ 29th ആനന്ദ് വിഡ്രോ ഫ്രം ഓഫീസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ് എമൗണ്ടിങ് റുപ്പീസ് 300. അയാൾ 300 റുപ്പീസ് എന്ത് ചെയ്യാണ്? അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഓഫീസിൽ നിന്നും വിഡ്രോ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ വിഡ്രോ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ അക്കൗണ്ട്സ് ഓഫ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് മറ്റുള്ള ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിലാണ് ഇങ്ങനെയുള്ള ഈ വിഡ്രോവൽ, നമ്മുടെ പേഴ്സണൽ യൂസിനുള്ള വിഡ്രോവൽ നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് 29th-നാണ്. അപ്പോൾ ഈ ഡ്രോയിങ്സ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്. റുപ്പീസ് 300. ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഈ വിഡ്രോവൽ എന്ന് പറയുമ്പോൾ എന്താ വിഡ്രോ ചെയ്യുക? ക്യാഷ് ആണ്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റിൻ്റെ വാല്യൂ അവിടെ കുറയുന്നു. ക്യാഷിൻ്റെ വാല്യൂ കുറയുമ്പോൾ അസറ്റ് നമ്മൾ കുറയുമ്പോൾ വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഈ 300 എന്ത് ചെയ്യും? ക്യാഷ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ദെൻ വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. ഇവിടെ നറേഷൻ കൊടുക്കുക. വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. Personal use. Then the next transaction is on 31st we are paying rent. Paid rent 500-ന്റെ നമ്മൾ റെന്റ് പേ ചെയ്യാണ്. റെന്റ് എന്ന് പറയുന്നത് നമ്മളെ റിപ്പയർ പോലെ തന്നെ സാലറി പോലെ തന്നെ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എക്സ്പെൻസ്. ഒരു എക്സ്പെൻസ് ആണ് റെന്റ് എന്ന് പറയുന്നത്. എക്സ്പെൻസിൻ്റെ റൂൾ എന്തായിരുന്നു? എക്സ്പെൻസസ് കൂടുമ്പോൾ നമ്മളത് ഡെബിറ്റ് ചെയ്യും. പിന്നെ എക്സ്പെൻസ് കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. എക്സ്പെൻസിൻ്റെ റൂള് അതാണ്. ഈ അസറ്റിൻ്റെ അതേ റൂൾസാണ് എക്സ്പെൻസിന്. അപ്പോൾ ഇവിടെ റെന്റ് എന്ന് പറയുന്ന ഈ 31st-ന് എന്ത് ചെയ്യാണ്? റെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെൻസ് അവിടെ കൂടുന്നു. റെന്റ് അക്കൗണ്ട് ആ എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ അത് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡെബിറ്റ് ഇറ്റ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ടു എന്തായിരിക്കും? പേ ചെയ്യുമ്പോൾ അവിടെ ബാങ്ക് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് എ ക്യാഷ് പേയ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ക്യാഷ് എന്നും പറ്റില്ല, നമ്മുടെ അസറ്റ് അവിടെ കുറയും. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്.
ഈ 500 നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. പിന്നെ നറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പെയ്ഡ് റെൻറ്റ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യൂ? നമ്മൾ അതിനുള്ള ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്തു. ഈസി അല്ലേ ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാൽ? നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ആ ഒരു ഡെബിറ്റ് എന്താണോ ക്രെഡിറ്റ് എന്താണോ നമ്മൾ മനസ്സിലാക്കിയാൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ജേണൽ എൻട്രീസ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ക്രെഡിറ്റ് എന്താണോ ഡെബിറ്റ് എന്താണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് പറഞ്ഞ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ത് ചെയ്യുക? പഠിക്കുക. ഒന്നുമില്ല, അത് ഓർമ്മിക്കാൻ ജസ്റ്റ് ഈ അസറ്റ്സിനും എക്സ്പെൻസിനും സെയിം റൂളാണ്. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. അസറ്റ്സിനും എക്സ്പെൻസിനും സെയിം റൂളാണ്. അതായത് അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ക്യാപിറ്റലിനും ലാബിലിറ്റിക്കും ഒപ്പം ഇൻകത്തിനും എന്താണ്? അത് സെയിം റൂളാണ്. ഈ അസറ്റിൻ്റെ അതിൽ നേരെ ഓപ്പോസിറ്റ് റൂള് എന്താണ്? ക്യാപിറ്റലും ലാബിലിറ്റീസും റവന്യൂസും കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. മറ്റേതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അസറ്റ്സ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു, ലാബിലിറ്റീസ് കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു. അസറ്റ്സ് കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, ലാബിലിറ്റീസ് കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഓർമ്മിച്ചാൽ മതി. ആ കാര്യങ്ങൾ ഓർമ്മിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ജേണൽ എൻട്രീസ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതെല്ലാം എന്താണ്? സിമ്പിൾ ജേണൽ എൻട്രീസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് പൊതുവേ സിമ്പിൾ ജേണൽ എൻട്രീസ് ആണ്. ഈ വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും സിമ്പിൾ എൻട്രീസ് ആണ് വരുന്നത്. അതായത് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് കോമ്പൗണ്ട് ജേണൽ എൻട്രീസ് ഒക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക? വൺസ് അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്, എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ പ്രോബ്ലം ചെയ്ത് നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന സിമ്പിൾ എൻട്രീസിൻ്റെ ഇപ്പോൾ ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്ത് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഠിക്കാൻ പറ്റും. ഐ ഹോപ്പ് യു ഗോട്ട് ദ പ്രോബ്ലം ആൻഡ് ദ സൊല്യൂഷൻ, ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഹൗ ടു സോൾവ് ദ problem and how to prepare journal entries. Thank you.